ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രേവതി മുറിയിലേക്ക് വരികയാണ്. അപ്പോൾ സച്ചി താഴെയാണ് കിടന്നിട്ടുള്ളത്, കാല് കട്ടയിൽ വെച്ചിട്ട്. അപ്പോൾ അവൻ നന്നായിട്ട് മദ്യവെച്ചിട്ടുണ്ട്. ആ സ്ഥിതിയിൽ എങ്ങനെയൊക്കെയാണ് കിടന്നിട്ടാണുള്ളത്. അപ്പോൾ രേവതി വന്നപ്പോൾ രേവതിക്ക് കണ്ടിട്ട് വിഷമമായി. അതിൻ്റെ കൂടെ അവൻ പറയുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ എല്ലാം പോയി, എൻ്റെ കാശും പോയി, എൻ്റെ വണ്ടിയും പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ കിടന്നിട്ടുള്ളത്. കാശില്ല എൻ്റെ കയ്യിൽ, എന്നാൽ അവൾ എന്നോട് സത്യം പറഞ്ഞുമില്ലല്ലോ. എല്ലാം പോയി, അവൾ എന്നോട് സത്യം പറഞ്ഞുമില്ല. എൻ്റെ കാറും പോയി, കാശും പോയി. എന്നെ എന്തിനാ കെട്ടിച്ച വെറുതെ? എൻ്റെ ജീവിതം പോയി. കാശില്ല എൻ്റെ കയ്യിൽ, അവൾ എന്നെ ചതിച്ചു. ഞാൻ ഇനി ആരോട് ചോദിക്കും കാശിന്? എന്നെ എന്തിനാ കെട്ടിച്ചത്? എൻ്റെ ജീവിതം പോയി. രേവതി അരികിൽ വന്നിട്ട് കരയാണ്. രേവതി അവൻ്റെ വിഷമങ്ങളൊക്കെ കണ്ടിട്ട് അടുത്തിരുന്നിട്ട് കരയാണ്. പിന്നെ താഴെ അച്ഛനും അതുപോലെ തന്നെ ഭയങ്കര വിഷമത്തിലാണുള്ളത്. സച്ചി പറഞ്ഞതും സച്ചി അവളെ തള്ളിയിട്ടതും ഒക്കെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അച്ഛാ, എല്ലാവരും എന്നെ അപമാനിക്കുക, എന്നെ പരിഹസിക്കുക, ഇതൊക്കെ സച്ചി പറഞ്ഞ വാക്കുകളൊക്കെ അച്ഛൻ ഇരുന്ന് ആലോചിക്കുകയാണ്. എനിക്ക് തല കുനിക്കേണ്ടി വരിക. പിന്നെ നേരം പുലർന്നു. സച്ചി എണീക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സച്ചി തലയിക്കെട്ടൊക്കെ കണ്ടിട്ട് കണ്ണാടിയിൽ നോക്കുകയാണ്. സച്ചി എണീച്ച് ഡ്രസ്സൊക്കെ അഴിച്ച് ബാത്റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി അടുക്കളയിൽ നിന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞിടുകയാണ്. സച്ചി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് രേവതി. നീ കാരണമാണ് ഞാൻ കുടിച്ചത്, കല്യാണം കഴിക്കേണ്ടി ഇരുന്നില്ല എന്നൊക്കെ പറഞ്ഞ. അന്ന് നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഗജാനന്ദൻ്റെ തലയടിച്ച് പൊട്ടിച്ചേനെ എന്നൊക്കെ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് രേവതി. രേവതി പിന്നെ ആ മുറിച്ചിടുന്ന പച്ചക്കറിയൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് മുകളിലേക്ക് പോവുകയാണ് സച്ചിയുടെ അടുത്തേക്ക്. എന്നിട്ട് അവൾ സച്ചിയോട് പറയാണ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രാത്രി സംസാരിക്കാമെന്ന് കരുതിയതാ, പക്ഷേ രാത്രിയിൽ നിങ്ങൾ കേൾക്കാനുള്ള കോലത്തിലല്ലല്ലോ, അതുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്. മുമ്പേ അറിഞ്ഞിട്ടും ആ ഗജാനന്ദനാണ് നിങ്ങളുടെ കാറിൽ കഞ്ചാവ് വെച്ച കാര്യം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അതിൻ്റെ ദേഷ്യമല്ലേ നിങ്ങൾക്ക്? ഇന്ന് പറയാത്ത എന്നോട് ഇങ്ങനെയാണ് ദേഷ്യമെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവനോട് എങ്ങനെയായിരിക്കും? അതൊക്കെ നീ എന്തിനാ ആലോചിക്കുന്നത്? അതൊക്കെ എന്നെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്ക് ആലോചിക്കണം. ഇത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. അപ്പം അതൊന്നും അവൻ കേട്ടില്ല എന്ന ഭാവത്തിൽ ഇറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ അവൾ പറയാ, അതെ, നിങ്ങളെ ഈ മുൻകോവാ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അന്ന് ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴുണ്ടായ ആ ദേഷ്യത്തിന് നിങ്ങൾ പോയി ഗജാനന്ദനെ എന്തെങ്കിലും ചെയ്യും. അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുക, നിങ്ങളുടെ ഭാര്യയായ എന്നെയും ബാധിക്കും. നിങ്ങളെ വിശ്വസിച്ച് ഇവിടേക്ക് കയറി വന്ന ഞാനും അതിൻ്റെ ബലിയാടാവും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നശിപ്പിക്കരുത് എന്ന് കരുതിയ ഞാൻ സത്യം പറയാതിരുന്നത്. എന്താ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണോ നീ പറയുന്നത്? ചെയ്യുന്നുണ്ടൊക്കെ ചെയ്തിട്ട് നീ എന്നെ കുറ്റപ്പെടുത്താണോ? എന്താ സൗണ്ട്? നീ എന്നോടല്ല, ഞാൻ നിന്നോടാ ദേഷ്യപ്പെടേണ്ടത്. എന്താ, എനിക്ക് ദേഷ്യപ്പെടാൻ പാടില്ലേ? നിങ്ങൾക്ക് മാത്രമേ പറ്റൂ? ഞാൻ ദേഷ്യപ്പെടുന്നതിൽ ഒരു ന്യായമുണ്ട്. സത്യം മറച്ചു വെച്ചതിന് ഒരു കാരണവുമുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെടുന്നതിലും എന്നെ കുറ്റപ്പെടുത്തുന്നതിലും എന്ത് ന്യായമുള്ളത്? കുടിച്ചിട്ട് വന്നിട്ട് ഒച്ച വെക്കുക, വായി തോന്നുന്നതൊക്കെ വന്നിട്ട് വിളിച്ചു പറയാം. എന്തൊക്കെയാ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? നാണമുണ്ടോ നിങ്ങൾക്ക്? ഞാനിവിടെ വരുന്നതിന് മുമ്പേ നിങ്ങൾ കുടിച്ചിട്ട് വരാറുണ്ടായിരുന്നു. നിങ്ങളോടുള്ള സ്നേഹം കാരണം അച്ഛൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്കത് പിന്നെ നിത്യകാഴ്ചയായി. ഞാൻ വന്നതിന് ശേഷവും നിങ്ങളിത് തുടർന്നു. താലി കെട്ടിയവനാണല്ലോ എന്ന് കരുതി ഞാനത് സഹിച്ചു നിന്നു. എന്നാൽ ഇന്ന് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന വേറൊരു പെണ്ണുകൂടിയുണ്ട്. നിങ്ങളിങ്ങനെ കാണിച്ചാൽ അവൾക്ക് നിങ്ങളെ എന്ത് വിലയാണ് ഉണ്ടാവുക? നിങ്ങളെ അവൾ ബഹുമാനിക്കുമോ? നിങ്ങൾക്കതൊന്നും ഒരു വിഷയമല്ലായിരിക്കും. ആര് ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്കതൊരു പ്രശ്നമേ ഇല്ല. എനിക്കത് പ്രശ്നമാണ്. നിങ്ങളിങ്ങനെ തുടരുമ്പോൾ ഞാൻ എത്രമാത്രം അപമാനം സഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ ഇരിക്കുന്നവരുടെ നോട്ടം കാണുമ്പോൾ എൻ്റെ ജീവൻ എടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കതൊരു പ്രശ്നമല്ല. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് പോവാം. ദിവസം മുഴുവൻ ഞാനിവിടെ നിൽക്കണം. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണം, സംസാരിക്കണം. അന്ന് കയറിയ വീട്ടിലെ ഒരു പെണ്ണിന് സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടണമെങ്കിലേ അവളുടെ ഭർത്താവ് ആദ്യം അവളോട് അങ്ങനെ പെരുമാറണം. എന്തൊക്കെയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത്? എല്ലാ കുറ്റവും എൻ്റെ തലയിൽ. നിങ്ങൾ കുടിക്കാൻ കാരണം ഞാനാണെന്ന് വരെ നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളിങ്ങനെ ആയാൽ എന്ത് വിലയുണ്ടാവും എനിക്കിവിടെ? എങ്ങനെ ഞാനിവിടെ ജീവിക്കും? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ മുറിയിൽ വന്ന് ദേഷ്യം മാറുന്നത് വരെ എന്നോട് വഴക്കിട്ടോ. വേണമെങ്കിൽ എന്നെ അടിച്ചോളൂ. അത് മാത്രമേ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങാൻ ബാക്കിയുള്ളൂ. മുറിയിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, എന്തും പറയാം. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചെയ്യരുത്, അപമാനിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കുക. മറ്റുള്ളവർക്ക് മുമ്പിൽ എന്നെ ഇങ്ങനെ ഇട്ട് തട്ടാതെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ നിന്നും പോയി.
ദയവ് ചെയ്ത് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് എന്നോട് മാത്രമായിട്ട് പറ എന്ന് പറഞ്ഞവൾ അവൻ്റെ മുമ്പിൽ കൈകൂപ്പുകയാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കല്ലേ. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയാണ്, എനിക്ക് ഓട്ടമുണ്ട്, ഞാൻ ഇറങ്ങാം. അച്ഛൻ അവനെ കാത്തു നിൽക്കുകയായിരുന്നു. അവൻ ധൃതിയിൽ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, സച്ചി അവിടെ നിന്ന് നിന്നെ, തിരക്കുണ്ട്, ഞാൻ പോട്ടെ. വീണ്ടും പോകാൻ ഒരുങ്ങി. അപ്പോൾ അച്ഛൻ, അവിടെ നിൽക്ക്, നീ പറയുന്നത് എന്തും കേട്ട് നിൽക്കുന്ന രേവതി ഇന്ന് നിന്നോട് നന്നായിട്ട് സംസാരിച്ചു. പകരത്തിന് പകരം പറയുന്ന നീ ഒന്നും മിണ്ടാതെ അവൾ പറയുന്നതെല്ലാം കേട്ടു നിന്നു. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ആരുടെ ഭാഗത്താ തെറ്റെന്ന്? നമ്മളെ 4 പേര് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടാ. ആ വില കളയരുത് നീ. ഞാൻ പറയാൻ മനസ്സിൽ കരുതിയതെല്ലാം രേവതി പറഞ്ഞു കഴിഞ്ഞു. നിനക്കതൊക്കെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോയിക്കോ. അവൻ പോകാൻ ഉറങ്ങുമ്പോൾ വീണ്ടും അച്ഛൻ പറയാണ്, ഒന്ന് നിന്നെ, ഇന്നലെ വന്നതുപോലെ ഇനി മേലാൽ വരരുത്. രേവതി പിന്നിലുണ്ടായിരുന്നത് അച്ഛൻ കണ്ടിട്ടില്ല. അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ രേവതിയാണ് കാണുന്നത്. രേവതിയും അച്ഛനും സച്ചിയും പറഞ്ഞതൊക്കെ കേൾക്കുകയായിരുന്നു. സച്ചിയുടെ എല്ലാ കാര്യങ്ങളും ശ്രുതി പോയിട്ട് മീരയോട് പറയുമായിരുന്നു. അപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ മീര ചോദിക്കുകയാണ്, ഓ അപ്പോൾ സച്ചിയും രേവതിയും അത്ര അടുപ്പത്തിലല്ല അല്ലേ? അടുപ്പത്തിലായിരുന്നു, പക്ഷേ സത്യം അറിഞ്ഞിട്ടും അവനോട് പറഞ്ഞില്ല, മറച്ചു വെച്ചു എന്നുള്ള ആ വിഷയത്തിലാണ് തെറ്റിയത്. ഒന്ന് കാണേണ്ടതായിരുന്നു. കാല് നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല അവന്. എത്ര നേരായിരുന്നു എന്നറിയോ അവൻ്റെ വിളയാട്ടം. ചെറിയൊരു കാര്യം മറച്ചു വെച്ചതിനാ സച്ചി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. വലിയൊരു കാര്യം നീ മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം മറക്കണ്ട. വീണ്ടും പറയാണ്, അതറിഞ്ഞാലേ ആ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാവും. ശ്രുതി പറയാണ്, പേടിപ്പിക്കാതെടി. അപ്പോഴേക്കും ശ്രുതി അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രുതി വന്നു. ശ്രുതി എന്താ ഇവിടെ? ഇപ്പോൾ ഓഫീസ് ടൈമല്ലേ? അപ്പോൾ ആ ജോലിയും പോയോ? എന്താണാവോ കാരണം? ഞാനെന്താ എന്നെ കളിയാക്കാണോ? ശ്രുതി ഇപ്പം എന്തിനാ വന്നേ? നീ എൻ്റെ കൂടെ വന്നേ, ഒരു കാര്യമുണ്ട്. വർക്കുണ്ട് ശ്രുതി. അതിനിവിടെ സ്റ്റാഫില്ലേ? പോരാത്തതിന് ഇവളും ഉണ്ട്. അയ്യടാ, എനിക്കിവിടെ വേറെ നല്ല ജോലിയുണ്ട്. ഇവളെ കാണാനും ചെറുതായി സഹായിക്കാനുമാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ വന്നത് ഒന്നിച്ച് ലഞ്ച് കഴിക്കാനാ. ശ്രുതി ഒന്ന് പോയേ. അപ്പോൾ ശ്രുതി പറയാണ്, ഞാൻ പോവും, കൂടെ ശ്രുതിയും ഉണ്ടാവും. നീ നിൻ്റെ ലഞ്ച് തനിയെ കഴിച്ചാൽ മതി. ശ്രുതി വന്നേ. വരാം, ഞാൻ എൻ്റെ വേഗം ഒന്ന് എടുക്കട്ടെ. എവിടേക്കാ പോകുന്നതെന്ന് പറയും. അത് സർപ്രൈസാ, അത് പറയാം, നീ വാ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവൾ ശ്രുതി പറയാണ്, മീര ഞാൻ പെട്ടെന്ന് വരാം. പറയാം. ഇതേ നോക്ക്, ഇതാണോ സർപ്രൈസ്? ശ്രുതി കാറ് കാണിച്ചിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? അപ്പോൾ ശ്രുതി ചോദിക്കുന്നു, പുതിയതാണോ? അതെ, ഞാനിന്ന് രാവിലെ വാങ്ങിയതാ. ഇഷ്ടമായോ? ശ്രുതി കാറ് വാങ്ങിയെന്ന് പറഞ്ഞാലേ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെന്താ, എനിക്ക് ഈ കാറ് വാങ്ങിക്കൂടെ? വാങ്ങിക്കാം, പക്ഷേ ഇപ്പം എങ്ങനെ നടക്കും? അത് പിന്നെ ശ്രുതി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ജസ്റ്റ് ഡ്രൈവിന് വന്നപ്പോൾ നിന്നെ കൊണ്ട് കുറച്ച് സമയം കറങ്ങാമെന്ന് വിചാരിച്ചു. നീ വന്ന് കാറിൽ കയറി വാ. കാറിൽ കയറിയ ശ്രുതി പറയാണ്, വാവ് ശ്രുതി, എങ്ങനെയുണ്ട്? സൂപ്പർ. എന്നാൽ പിന്നെ നീ സീറ്റ് ബെൽറ്റ് ഇട്. നമുക്ക് പോയാലോ? പോവാം. ശ്രുതി, എങ്ങനെയുണ്ട്? കാർ ഇഷ്ടമായോ? സൂപ്പർ കാർ. അതായിട്ട് ഇങ്ങനൊരു കാർ വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. എന്തുകൊണ്ട് നടക്കില്ല? ശ്രുതി മനസ്സ് വെച്ചാൽ ഇതുപോലൊരു കാറ് പെട്ടെന്ന് തന്നെ വാങ്ങാൻ കഴിയും. അവൻ ആദ്യമായിട്ട് കാറിൽ കയറിയ പോലെ ഹേയ് ആഹാഹാഹാ എന്നൊക്കെ പറയാണ്. ശ്രുതി, എങ്ങനെയുണ്ട്? ശ്രുതി, ഇത്ര സ്പീഡ് വേണ്ട, സ്ലോയിൽ പോ. ശ്രുതി, പിടിച്ചിരുന്നോ? ശ്രുതി പ്ലീസ്, ചെറിങ്ങനെ വിട്, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നേ? എൻജോയ്. എൻ്റെ ശ്രുതി, പറയുന്നൊന്ന് കേൾക്ക്, സ്ലോയിൽ പോ. നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിൽ നിന്നും നിൽക്കുകയൊക്കെ ചെയ്ത് നല്ലോണം ആസ്വദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എൻജോയ് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, താങ്ക്സ് ശ്രുതി. അപ്പോൾ തന്നെ ആ വണ്ടിയിൽ നിന്ന് സൈഡായിട്ട് വന്നിട്ട് അവന് കിസ് കൊടുക്കുകയാണ്. പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് ഒരുത്തിൽ വെച്ചിട്ട് രണ്ടുപേരും കരിക്കൊക്കെ വാങ്ങി കുടിക്കുകയാണ്. ശ്രുതി, ഈ ജോലിയെങ്കിലും ശ്രുതിക്ക് ഇഷ്ടമായോ? ഈ കാറ് വാങ്ങിക്കാൻ വരുന്ന മണ്ടന്മാരോടൊക്കെ കുറേ നേരം നിന്ന് സംസാരിക്കണം. അതെനിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുക. ഈ ജോലി ശ്രുതി നന്നായിട്ട് ചെയ്യണം. ഈ ജോലിയിൽ ശ്രുതിക്ക് ഫ്യൂച്ചറുണ്ട്. ശ്രുതി, അധിക നാൾ ഈ ജോലിയിൽ തുടരാൻ എനിക്ക് കഴിയില്ല. ഇതിലെനിക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഒന്നുമില്ല. ശ്രുതി, ഇഷ്ടപ്പെട്ട വേറൊരു ജോലി കിട്ടുന്നത് വരെ ഇതിൽ തന്നെ പിടിച്ചു നിന്നേ പറ്റൂ. നോക്കാം. ശ്രുതി, ഇപ്പം മുമ്പത്തെ പോലെയല്ല, വിവാഹമൊക്കെ കഴിഞ്ഞ്, അതൊക്കെ ഓർക്കണം. ശ്രുതിയുടെ അനിയൻ സച്ചി ഇപ്പോഴും ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രുതി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പിന്നെ കയ്യിൽ കുറേ ഡിഗ്രിയും ഉണ്ട്. ഞാൻ ഹാൻസമാണ്. ഇതൊന്നും അവനില്ലല്ലോ. അതിൻ്റെയൊക്കെ അസൂയ അവന്. എന്തായാലും അവൻ പറയുന്നതിനാ വീട്ടിൽ വില. കാരണം അവനാ അധ്വാനിച്ച് വീട് നോക്കുന്നേ. ജോലിയില്ലെങ്കിൽ നാട്ടിലും വീട്ടിലും വില കാണില്ല, ബഹുമാനം ഉണ്ടാവില്ല. സച്ചിയാ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നേ. ശ്രുതിക്കൊരു ജോലിയില്ലെങ്കിൽ രേവതിക്ക് മുമ്പിൽ ഞാൻ ചെറുതായി പോവും. അവൾ എന്നെ വിലവെക്കില്ല, ബഹുമാനിക്കേയില്ല. ശ്രുതി ഈ ജോലി ഉപേക്ഷിക്കരുത്, എനിക്ക് വേണ്ടി പ്ലീസ്. അങ്ങനെ ശ്രുതിയെ കൊണ്ട് ജോലി ചെയ്യാനുള്ള പ്രോത്സാഹനമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.